अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो शिव शिव बोलो, अखियाँ खोलो शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो शिव शिव बोलो, अखियाँ खोलो शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो,
मेरे लाडलो जागो, मेरे लाडलो जागो।
मेरे प्राणों प्रभु के प्यार बिना तन में रहना बस नाम का है। ऐसा सो शिव की याद बिना प्यासी धरती की प्यास बुझे, बादल बरसे बरसात बने। मुख से सुख का अमृत बरसे, जब मन हर्षे तब बात बने। गुणगान किया ना भगवन का, गुणगान किया ना भगवन का, गाते रहना किस काम का है। ऐसा सो शिव की याद बिना दुनिया में लाखों आते हैं, आते और जाते रहते हैं। पर अमर है जो उपकार करें और दिल से सेवा करते हैं। मेरे मन ईश्वर के ध्यान बिना, मेरे मन ईश्वर के ध्यान बिना, फिरते रहना किस काम का है। ऐसा सो शिव की याद बिना, चलते रहना किस काम का है। मेरे प्राणों प्रभु के प्यार बिना तन में रहना बस नाम का है। ऐसा सो शिव की याद बिना। ओम शांति। गुड मॉर्निंग बाबा। बाप दादिक्य सुप्रभातम। അമൃതവേള അവ്യക്ത ബാപ്തതയുമായി കൂടിക്കാഴ്ച നടത്താൻ ബാബ നിശ്ചയിച്ചു തന്നിരിക്കുന്ന സമയമാണ്. ബ്രഹ്മബാബയെ കണ്ടിട്ടില്ലെങ്കിലും ശിവബാബയോടും ബ്രഹ്മബാബയോടും സംസാരിക്കാനും കൂടിക്കാഴ്ച നടത്താനുമുള്ള
സുവസരമാണ് ഈ അമൃതവേള യോഗം. ഞാൻ ബാബയുടെ കുട്ടിയാണ്. ജ്യോതിർബിന്ദു ആത്മസ്വരൂപമാണ് ഞാൻ. നെറ്റിത്തടത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. ശുദ്ധമായ ചൈതന്യമാണ് ഞാൻ. പവിത്രതയുടെ പ്രകാശകിരണങ്ങൾ ആത്മാവിൽ നിന്ന് ശരീരമാസകലം ഒഴുകി ചുറ്റുപാടിലേക്ക് പ്രസരിക്കുന്നത് കാണും. ശാന്തമായ വെളിച്ചമാണ് ഞാൻ. ശാന്തിയുടെ പ്രകാശമൊഴുകുകയാണ്. സ്നേഹസ്വരൂപമാണ് ഞാൻ. ശക്തിസ്വരൂപമായ എന്നിൽ നിന്നൊഴുകുന്ന പ്രകാശതരംഗങ്ങൾ ചുറ്റുപാടിലേക്കും ആത്മീയ ശക്തിയുടെ ഊർജം പകരുകയാണ്. ആനന്ദസ്വരൂപമാണ് ഞാൻ. സത് ചിത് ആനന്ദസ്വരൂപം. സുഖസ്വരൂപമാണ് ഞാൻ.
സദോ ഗുണങ്ങളുടെ വെളിച്ചത്താൽ മനസ്സും ശാന്തം, ബുദ്ധി ദിവ്യം, സംസ്കാരം ശ്രേഷ്ഠമാകുകയാണ്. ആത്മാവായ എൻ്റെ ഉള്ളിൽ ജാഗ്രത അവസ്ഥ, ആത്മജാഗൃതി, ഞാൻ ഒരു ദിവ്യ ശ്രേഷ്ഠ അലൗകിക പ്രകാശകണികയാണ്. ദിവ്യമായൊരു പ്രകാശം എനിക്ക് ചുറ്റും സദോഗുണങ്ങളുടെ വെളിച്ചം കൊണ്ട് നിറഞ്ഞ ആത്മീയ ഊർജം നിറഞ്ഞ് പ്രകാശധാരയാൽ നിറഞ്ഞ് ഊർജ ശരീരം, മലാഖവസ്ത്രത്തിലാണ് ഞാൻ. ആത്മാവിൽ നിന്നൊഴുകുന്ന പ്രകാശം കൊണ്ട് സദോഗുണങ്ങളുടെ വെളിച്ചം കൊണ്ട് തുന്നിയ പ്രകാശപൂരിതമായൊരു വസ്ത്രം പോലെ ഊർജ ശരീരം, മലാഖവസ്ത്രം. മനസ്സൊരു മലാഖയെ പോലെ ഭാരരഹിതമാണിപ്പോൾ. ബുദ്ധിയും ലൈറ്റ്, ഒരു കെട്ടുമില്ലാത്ത അവസ്ഥ. സ്വതന്ത്രമായ മനസ്സും ബുദ്ധിയും. വളരെ നിർമ്മലമായ മനസ്സ്. സർവബന്ധനങ്ങളിൽ നിന്ന് മുക്തമായ ഒരു പക്ഷിയെ പോലെ പറന്നുയർന്ന ബാബ്ദാദയുടെ മടിത്തട്ടിൽ അമൃതവേളയിലെ സുന്ദര മുഹൂർത്തത്തിൽ ബാബ്ദാദ എന്നെ കാത്തിരിക്കുമ്പോലെ എൻ്റെ കുട്ടി എപ്പോഴാണ് എന്നെ കാണാൻ വരുന്നത്? അപ്പോയിൻമെൻ്റ് തന്നിരിക്കുന്ന സമയമാണല്ലോ പ്രഭു. കുട്ടിയെ കാത്തിരിക്കുന്ന മാതാവും പിതാവും പ്രിയപ്പെട്ട എൻ്റെ ബാബ്ദാദ ശിവബാബ, മുഴുവൻ വിശ്വത്തിൻ്റെ പിതാവ്, പരമജ്യോതി സ്വരൂപം, ബ്രഹ്മബാബ,
സമ്പൂർണ്ണ മാലാഖ സ്വരൂപത്തിൽ പ്രകാശപൂരിതമായ സമ്പൂർണ്ണ പവിത്രതയുടെ പ്രകാശം കൊണ്ട് തുന്നിയ അലൗകികമായ ഊർജ ശരീരത്തിൽ സമ്പൂർണ്ണ മാലാഖവസ്ത്രത്തിൽ ബ്രഹ്മബാവയുടെ നെറ്റിത്തടത്തിൽ രണ്ടുപേരെയും കാണുകയാണ് ഞാൻ. പരമജ്യോതിയും ശിവബാബയും ബ്രഹ്മബാബയും രണ്ട് മൂർത്തികളും കൂടി ഒരു ക്ഷേത്രത്തിൽ ശിവബാബ ബ്രഹ്മബാബയുടെ മസ്തക സിംഹാസനത്തിൽ, ബ്രഹ്മബാബയുടെ മസ്തകം ശിവബാബ ഇരിക്കുന്ന ശ്രീകോവിലാണ്. ബ്രഹ്മബാബയാകുന്ന നന്ദിയിൽ പരമേശ്വരൻ്റെ സാന്നിധ്യം. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് നന്ദിയുടെ നെറ്റിത്തടത്തിൽ എന്തുകൊണ്ടാണ് ശിവലിംഗം വരയ്ക്കുന്നതെന്ന്. ബ്രഹ്മബാബയാകുന്ന നന്ദിയുടെ നെറ്റിത്തടത്തിലാണ് ശിവബാബ ഭഗവാന്റെ ദിവ്യപ്രവേശനം നടക്കുന്നത്. ആ ഗോമുഖിലൂടെയാണ് ഗംഗാപ്രവാഹം, ജ്ഞാനഗംഗാപ്രവാഹം ഈ ഭൂമിയിലേക്ക് ഒഴുക്കിയത്. ഞാനിപ്പോൾ എൻ്റെ സൗഭാഗ്യം, പദമാപദം ഭാഗ്യത്തെ സ്മരിക്കുകയാണ്. ഭഗവാനെയും ഭഗവാന്റെ ഭാഗ്യശാലി രഥം ബ്രഹ്മബാബ, അവ്യക്ത ബാബ്ദാദ രണ്ടുപേരുമായി സമീപ സമ്പർക്കത്തിലും സംബന്ധത്തിലും വരാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായല്ലോ. ബാബ എല്ലാ കൽപ്പത്തിലും എനിക്ക് ഈ സൗഭാഗ്യം കിട്ടുമല്ലോ. ബാബ്ദാദ പരിധിയില്ലാത്ത കരങ്ങൾ നീട്ടി എന്നെ മാറോടണയ്ക്കുകയാണ്. ഭഗവാന്റെ ഹൃദയത്തിലേക്ക് എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കുകയാണ് ഞാൻ. എന്ത് സംസാരിക്കണമോ ബാബ്ദാദയോട് വളരെ മധുരമധുരമായി ബാബ്ദാദയോട് സംസാരിക്കൂ. ഭഗവാനോട് പറയേണ്ടതെല്ലാം ഈ നന്ദിയിലൂടെ, നന്ദിയുടെ കാതിൽ പോയി സംസാരിക്കാറില്ലേ?
ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അതുപോലെ ശിവബാബയുടെ നന്ദി, ബ്രഹ്മബാബ രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയാണ്. എന്ത് ഭാരമിറക്കണമോ, എന്ത് സംസാരിക്കണമോ ബാബയോട് പറയൂ. എല്ലാം സമർപ്പിക്കൂ. എല്ലാ ഭാരങ്ങളും ഇറക്കി ബാബയുടെ അടുത്ത് വയ്ക്കാനുള്ള സമയമാണിത്. ഞാനിരിക്കുന്നില്ലേ കുഞ്ഞേ, എന്തിന് വിഷമിക്കണം? എല്ലാ ഭാരവും എനിക്ക് സമർപ്പിക്കൂ. കുട്ടി നിമിത്തം മാത്രമാണെന്ന ബോധത്തോടെ നിമിത്തഭാവത്തിലിരുന്ന് തൻ്റെ ഭാഗം അഭിനയിക്കൂ. ഉത്തരവാദിത്വങ്ങളുടെ എല്ലാ ഭാരവും ബാബയ്ക്ക് തരൂ. ഞാൻ വന്നു കഴിഞ്ഞല്ലോ. എന്നെ കിട്ടിക്കഴിഞ്ഞില്ലേ? ഒരു ഭാരവും ഇനി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ ഒരിക്കലും ആരോടും പറയാത്ത എന്ത് വിഷമങ്ങളോ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ ബാബ്ദാദയ്ക്ക് സമർപ്പിച്ച് സ്വയം ഭാരരഹിതമാക്കൂ. यादें
കൊടുത്തതൊന്നും തിരിച്ചെടുക്കരുത്. ഭഗവാനെ ഏൽപ്പിച്ചതാണ്, ദൈവമാണ്, വിശ്വസിക്കാം, മനുഷ്യനല്ല. ഏൽപ്പിച്ച ഭാരമൊന്നും ഇനി തിരിച്ചെടുത്ത് തലയിൽ വയ്ക്കരുത്. ബ്രഹ്മബാബയെ പോലെ നിമിത്തഭാവത്തിലിരുന്ന് കാര്യവ്യവഹാരങ്ങൾ ചെയ്താൽ മാത്രം മതി. ചുവട് ചുവട് ബാബയുടെ ശ്രീമതപ്രകാരം നടക്കണം. എങ്കിൽ സദാ ഭാരരഹിതരായിരിക്കും. ബാബ്ദാദ രണ്ടുപേരും ചേർന്ന് ഈശ്വരീയ വരദാനങ്ങളുടെ മഴ പെയ്യ്ക്കുകയാണ്. ശിരസിൽ ബാബ്ദാദയുടെ വരദാനെ കരങ്ങൾ കറണ്ട് തരുന്നത് അനുഭവം ചെയ്യും. എന്തെല്ലാം വരദാനം വേണമോ എല്ലാം ബാബയിൽ നിന്ന് എടുക്കൂ. ബാബ്ദാദ തിലകം ചാർത്തിത്തരികയാണ്. സദാ വിജയീ ഭവ, സ്മൃതിയുടെ തിലകം. എൻ്റെ കുട്ടി എപ്പോഴും വിജയിയായിരിക്കട്ടെ. സദാ ഭാരരഹിതമായി, ഡബിൾ ലൈറ്റ് ഫരിസ്തയായി, ബ്രഹ്മബാബയെ പോലെ മാലാഖയായി തീരട്ടെ. ബാബയുടെ വിരൽ തുമ്പ് നെറ്റിത്തടത്തിൽ സ്പർശിച്ചതും മനസ്സിൻ്റെ ഭാരമെല്ലാം പോയി. അത്ഭുതകരമായ ഈശ്വരീയ ശക്തി കറണ്ട് പോലെ പ്രവഹിച്ച് ആത്മാവും ശരീരവും ഒരു പുത്തൻ ഉണർവ് പോലെ ആ ഉണർവിൽ എൻ്റെ മുഖമാസകലം മാറി. ആത്മീയ തേജസ്സാർന്ന് ആത്മീയ പുഞ്ചിരി നിറഞ്ഞ് ഉണർവും ഉത്സാഹവും നിറഞ്ഞ് ഉന്മേഷോത്സാഹത്തിൻ്റെ ചിറക് മുളച്ചതുപോലെയുള്ള രൂപം, മലാഖരൂപം.
ബാബയെ പോലെ മാലാഖയായി മാലാഖയാക്കി ബാബ്ദാദ എന്നെ കർമ്മക്ഷേത്രത്തിലേക്ക് അയക്കുകയാണ്. ബാബയെയും കൂട്ടി ഭൂമിയിലേക്ക് സകാശം നൽകുകയാണ് ഞാൻ. അമൃതവേളയിലെ ഈ ശാന്തമായ വായുമണ്ഡലത്തിൽ ബാബ്ദാദയിൽ നിന്നൊഴുകുന്ന ലൈറ്റും മൈറ്റും എല്ലാവരിലെയും ഭാരമില്ലാതാക്കി മനസ്സുകളെല്ലാം ഭാരരഹിതമായി മാലാഖയായി മാറട്ടെ. എന്തെല്ലാം ചിന്തകളാണ്, വിഷമങ്ങളാണ് എല്ലാവർക്കും. ബാബ്ദാദയുടെ ദൃഷ്ടി ഭൂഗോളമെമ്പാടും സെർച്ച് ലൈറ്റ് പോലെ പതിക്കുകയാണ്. നാനാഭാഗത്തേക്കും പതിക്കുന്ന ലൈറ്റ് മൈറ്റ് കിരണങ്ങളാൽ എല്ലാവരുടെയും മനോവിഷമങ്ങൾ നീങ്ങി മനഃശാന്തിയും മനഃശക്തിയും സർവാത്മാക്കൾക്കും ലഭിക്കുകയാണ്. ബാബയുടെ മക്കളെല്ലാം ബാബയെ പോലെ മാലാഖമാരായി ഭാരരഹിതരായി സ്വസ്ഥമായി ജീവിക്കട്ടെ. ഓം ശാന്തി.
दुनिया को भुला दिया। हमें प्यार में समा लिया है, पास में बुला लिया है, पास में बुला लिया। तेरे वतन की याद ने दुनिया को भुला दिया। चलते हैं जब जमीन पर, लगता गगन में चल रहे, उमंग में है उड़ रहे, तेरे रंग में है ढल रहे, तेरे रंग में है ढल रहे। दिल की बातें सुनते बाबा बाहों में उठा लिया। तेरे वतन की याद ने दुनिया को भुला दिया। कहाँ ये आ गए हैं हम फरिश्तों के जहान में, उजली उजली रोशनी निराले आसमान में, निराले आसमान में। संसार से अलग ही ये संसार है बना दिया। तेरे वतन की याद ने दुनिया को भुला दिया। हमें तो ले लिया है अपने दिल में दिलाराम ने, हमने भी रख लिया तुम्हें आँखों के ही सामने, आँखों के ही सामने। जो दिखता वो छिपा लिया, छिपा है जो दिखा दिया। तेरे वतन की याद ने दुनिया को भुला दिया। हमें प्यार में समा लिया है, पास में बुला लिया है, पास में बुला लिया। वतन की याद ने दुनिया को